ലിസ് മാത്യു അന്ത്രപ്പേർ സീനിയർ അഭിഭാഷകയാണ്. അവർ കേരള ഹൈക്കോടതി ജഡ്ജി ആവണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇങ്ങനൊരു വാർത്ത പരക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 14 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉള്ള കൊളീജിയം 2 പേരെ കേരള ഹൈക്കോടതിയിലേക്ക് നിയമിക്കാൻ തീരുമാനിച്ചു. ഒന്ന് പ്രീത അരവിന്ദ് കൃഷ്ണമ്മ AK പ്രീത, പിന്നെ ലിസ് മാത്യു അന്ത്രപ്പേർ. ലിസ് മാത്യു സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകയാണ്, സീനിയർ അഭിഭാഷകയാണെന്ന് തോന്നുന്നു. അവരുടെ ഹസ്ബൻഡ് രാഗേന്ദു ബസന്ത് മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് R ബസന്തിൻ്റെ മകൻ്റെ ഭാര്യയാണ് ലിസ് മാത്യു അന്ത്രപ്പേർ. അപ്പോൾ പക്ഷേ കഴിഞ്ഞ 27 സത്യപ്രതിജ്ഞ നടന്നു. ജസ്റ്റിസ് AK പ്രീത, ഇപ്പോൾ ജസ്റ്റിസ് എന്ന് പറയണം, AK പ്രീതയുടെ മാത്രം സത്യപ്രതിജ്ഞ നടന്നു. ലിസ് മാത്യു അന്ത്രപ്പേറിൻ്റെ സത്യപ്രതിജ്ഞ നടന്നില്ല. അപ്പോൾ സംഗതി കൃത്യമാണ്. 2 പേരുകൾ ഒരുമിച്ച് കൊളീജിയം കൊടുത്തു. കേന്ദ്ര സർക്കാർ പക്ഷേ നിയമന ഉത്തരവ് ഒരാളുടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് സാധാരണ പതിവില്ലാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് നിയമനം കിട്ടാതെ പോയത് എന്നുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഹൈക്കോടതി കാര്യം വക്കീലാണ്, കേസ് വന്നാലോ എന്നൊക്കെ കരുതി ആളുകൾ ഉറക്കെ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാവുന്ന നിയമ രംഗങ്ങളിലൊക്കെ ഇത് ചർച്ചയാവുന്നുണ്ട്. കാരണം ഈ രാഗേന്ദു ബസന്ത് എന്ന് പറയുന്ന അഭിഭാഷകൻ, ജസ്റ്റിസ് R ബസന്ത് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ഒരു മാന്യനായ ജഡ്ജിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ്. പക്ഷേ രാഗേന്ദു ബസന്ത് എന്ന് പറയുന്ന അഭിഭാഷകൻ മുൻകാലങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകൾ, ആ കേസുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഭരണഘടനാ കോടതിയിൽ, ഹൈക്കോടതിയിൽ വന്നാൽ ശരിയാവില്ല എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയത് കൊണ്ട്, അതായത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം കേന്ദ്ര സർക്കാർ വെട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആർക്കുമ്പോൾ ഈ സൗരഭ് കീർപ്പാൽ എന്ന് പറയുന്ന ഒരാളെ പണ്ട് ഇതുപോലെ ജഡ്ജാക്കാൻ വേണ്ടിയിട്ട് കൊളീജിയം തീരുമാനിച്ചു, സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചു. കേന്ദ്രത്തിന് ഡൽഹി ഹൈക്കോടതി ജഡ്ജാക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ ഫയലവിടെ ഇരിപ്പുണ്ട്, ഇതുവരെ നിയമനം വന്നില്ല. പിന്നെ നമുക്കറിയാം ജസ്റ്റിസ് KM ജോസഫ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യാൻ കൊളീജിയം തീരുമാനിച്ചു. പക്ഷേ കേന്ദ്രം അത് നടപ്പാക്കിയില്ല. ഒരുപാട് സമയമെടുത്ത് അവസാനം വന്നു തോന്നുന്നു അല്ലേ, അവിടുന്ന് റിട്ടയർ ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജായിട്ടാണ്. അപ്പോൾ പക്ഷെ ഒരുപാട് വിഹരിക്കാൻ പറ്റിയില്ല സുപ്രീം കോടതി. അപ്പോൾ ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കും. ഇപ്പോൾ സാധാരണ ഈ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് നിയമിക്കുന്നതിന് മുമ്പ് ഏജ് വെരിഫിക്കേഷൻ എന്നൊരു നടപടിക്രമമാണ്. ഏജ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് IBയുടെ റിപ്പോർട്ട് അടക്കമുള്ള ഏജ് വെരിഫിക്കേഷൻ എന്നാണ് പറയുക, ഏജ് മാത്രമല്ലെന്നാണ് വെരിഫൈ ചെയ്തത്. അപ്പോൾ ഇത് ഈ രാഗേന്ദു ബസന്തിൻ്റെ കേസുകൾ, മുൻകാലങ്ങളിൽ കൈകാര്യം ചെയ്ത കേസുകളിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പല പോസ്റ്റുകളും ഈ പേരൊന്നും പറയാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേസുകൾ നടത്തിയ അഭിഭാഷകൻ്റെ ഭാര്യയെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ കേന്ദ്രം സമ്മതിച്ചില്ല. BJP ഭരണമുണ്ടായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടൊക്കെ ബന്ധമുള്ള കുടുംബത്തിൽ നിന്ന് ആളുടെ ഭാര്യ കേസ് വാദിച്ചു എന്നതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. നമുക്ക് അഭിഭാഷക വൃത്തി ഡോക്ടർ ആയിരിക്കുന്ന ഒരാളുടെ മുന്നിൽ ഏത് പാർട്ടിക്കാരൻ വന്നാലും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അഭിഭാഷകരുടെ ജോലി, അവരുടെ പ്രൊഫഷനാണ്, അവർക്ക് ആർക്കും ലീഗൽ എയ്ഡ് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ എത്തിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ കേസ് നടത്തി ഒരുപാട് പൈസ കിട്ടും. അപ്പോൾ എനിക്കറിയില്ല ഈ കേസിൽ അങ്ങനെയാണോ എന്നറിയില്ല, അത് ആരും സോഴ്സുകളിൽ നിന്നും പറയുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ പലരും ഇടുന്നുണ്ട്, പേരൊന്നും പറയാതെ. അപ്പോൾ ഏതായാലും നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു വനിതാ ജഡ്ജി ഉണ്ടാവാനുള്ള സാധ്യതയില്ലാതായി. അല്ല, അത് ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെ മോളില്ലേ, CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്, അവർ ഹൈക്കോടതി ജഡ്ജാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ കാത്തിരിക്കുകയെന്നൊക്കെ പറയണു. ഇങ്ങനെ പറയണ കേട്ടോ. അവർ ഹൈക്കോടതി നേരത്തെ അവരത് സെൻട്രൽ ഗവൺമെന്റ് എന്തോ പാനലിലുണ്ടായിരുന്നു. അതെ, ഇപ്പൊ ഹൈക്കോടതി ജഡ്ജാവാൻ കുറെ അധികം എന്താ പറയണ ഇത് നടക്കണമെന്ന് പറയണു. എനിക്കറിയില്ല, ഈ കോടതി കോറിഡോറുകളിൽ കേൾക്കണ വക്കീലന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട്. എനിക്കറിയില്ല, ഇതൊന്നും മാധ്യമങ്ങളിൽ വരില്ല. കാരണം ഈ പറഞ്ഞ പോലെ ബിനോയ് വിശ്വത്തിന് മാധ്യമങ്ങളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമാണല്ലോ. അയാളാണെങ്കിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കണ്ണാടിയും കൂടിയാണ്, മാർക്സിന്റെ അച്ഛനായിട്ട്. അതെ. അപ്പോൾ വേറെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ, ഇപ്പോൾ ഈ KM ജോസഫിൻ്റെ മാത്രമല്ലായിരുന്നു, ഇതിനു മുമ്പ്
സുനിൽ ഓർമ്മയുണ്ട്, ഒരു മുരളീധർ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ, ചിദംബരത്തിൻ്റെ ഒരു ജൂനിയർ ആയിരുന്നു, ഡോക്ടർ മുരളീധർ. നീലം എന്ന് പറയാതെ റീഗൽ തുള്ളി നീലം എന്ന് പറയാതെ, അതുപോലെ ഈ അണ്ണാച്ചിനെ ഡോക്ടർ മുരളീധർ എന്ന് തന്നെ വിളിക്കണം. ഇയാൾ ചിദംബരത്തിൻ്റെ ഓഫീസിൽ ജൂനിയർ എന്തൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചിദംബരം ഡൽഹിക്ക് പോയപ്പോൾ ഇയാളെ കൂടെ കൊണ്ടുപോയി. 2004 തെരഞ്ഞെടുപ്പിൽ ഇയാൾ സോണിയാഗാന്ധിയുടെ ഇലക്ഷൻ മാനേജറായിരുന്നു. മനസ്സിലായില്ലേ? റായ്ബറേലിയിലല്ലേ അവർ മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഇയാൾ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജറും ഏജൻറ്റും ആയിരുന്നു. ഗവൺമെൻറ് ആ തെരഞ്ഞെടുപ്പിൽ UP അധികാരത്തിലൊന്നുമില്ലോ. 2006 കഴിഞ്ഞപ്പോൾ ഇയാളെ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. എല്ലാ നോംസും മറികടന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന പല കേസുകളും ചിദംബരത്തിനും എന്താ പറയുക, മറ്റേ കെട്ടിടമയ്ക്കും പ്രതികൂലമായേക്കാവുന്ന പല കേസുകളും അയാളുടെ ബെഞ്ചിൽ വന്നപ്പോൾ അയാൾ അട്ടിമറിച്ചു. എന്നിട്ട് അയാളെ അർദ്ധരാത്രി ആണ് 12-1 മണിയൊക്കെ ആയപ്പോഴാണ് അയാളെ വേറെ ഏതോ മേഘാലയയിലേക്കോ മിസോറാമിലേതോ ഒരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. അയാൾ പോവില്ല എന്നൊക്കെ പറഞ്ഞു. പള്ളി പറഞ്ഞാൽ മതി പൊക്കോളാൻ പറഞ്ഞു വിട്ടു. വന്നിട്ട് ചീഫ് ജസ്റ്റിസ് അയാൾ സുപ്രീം കോടതി ജഡ്ജാവാൻ ഇരുന്നാണ്. അവിടെ തന്നെ ഇരുന്ന് ഹൈക്കോടതിയിൽ തന്നെ ഇരുന്ന് മൂത്ത് നരച്ച പണ്ടാറടങ്ങിയ ഇപ്പൊ റിട്ടയറായി. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ കൊളീജിയത്തിന് സർവാധികാരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേന്ദ്രം കയറി വട്ടം നിന്ന് തന്നെ. പക്ഷെ ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങിയത്, ഞാൻ സുനിലിനോടാ നന്ദി പറയണ്ടേ. സുനിൽ ഒരിക്കൽ ഒരു പുസ്തകത്തിനെ പറ്റി, നമ്മുടെ അഭിനവ് ചന്ദ്രചൂഡ് എഴുതിയൊരു പുസ്തകമുണ്ട്, ദ വിസ്പറിംഗ്. ഞാൻ ആ പുസ്തകത്തെ പറ്റി കേൾക്കണ സുനിൽ പറയും. നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, ഓർക്കണില്ല. അന്ന് അന്ന് അതിനകത്ത് പറയുന്നുണ്ട്, സുനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നെഹ്റു ഒരു മുസ്ലിമിനെ ചീഫ് ജസ്റ്റിസ് ആക്കാൻ വേണ്ടിയിട്ട് നെഹ്റു ഒരു ഭ്രാന്തനെ അങ്ങനെ നമ്മൾ പറഞ്ഞത്. പക്ഷേ കേരളത്തിലുള്ള അതുവരെ ആരും ആ പുസ്തകത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള. ഞാനത് അല്ല, മനോദന ശരിയല്ലാത്ത അയാള് ദീർഘകാലം ജഡ്ജായിട്ടിരുന്നു. സുനിൽ അയാളുടെ ഭാര്യ പോയി നെഹ്റുവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ പറയണേ, ഇയാളെ ജഡ്ജൊന്നും അങ്ങനെ തലയ്ക്ക് വട്ടാന്ന്. എന്നിട്ട് അയാൾ പക്ഷെ പാകിസ്ഥാൻ മുസ്ലിങ്ങളെ ഹർട്ട് ചെയ്യണ ഒരു കാര്യത്തിൽ അയാൾ നിൽക്കില്ല. അതുകൊണ്ട് അയാളെ പഠിച്ച് ജഡ്ജാക്കി. ഏതായാലും ഇപ്പം പക്ഷേ ഈ പ്രൊസീജിയർ അനുസരിച്ച് ഈ കൊളീജിയം വീണ്ടും തീരുമാനിച്ചാൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഗോപാൽ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ വക്കീലിനെ പറ്റി കേട്ടിട്ടില്ലേ? ഗോപാൽ സുബ്രഹ്മണ്യം വളരെ ഫേമസ് ആണ്. അയാളെ ബെഞ്ചിലേക്ക് എടുക്കാനായിട്ട് കൊളീജിയം റെക്കമെൻഡ് ചെയ്തു. കൊളീജിയം റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല. IBയുടെ എന്തോ ഇതേപോലെ പ്രശ്നം എന്തൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊളീജിയം പിന്നെയും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിന്നെയും അത് തുടങ്ങി വെച്ചു. പിന്നെ ഇയാൾ പറഞ്ഞു എനിക്കിനി ജഡ്ജ് ആവണ്ട, ഞാൻ ഈ പഠിക്കില്ല. പക്ഷെ വേറെ കാര്യമുണ്ട് സാറേ, ഇങ്ങനെയൊക്കെ വീണ്ടും തീരുമാനിച്ചാലും ഒരു കാര്യമുണ്ട്, കൊളീജിയത്തിൻ്റെ തീരുമാനം ഇത്ര സമയത്തിനകം നടപ്പാക്കിയിരിക്കണം എന്ന് വ്യവസ്ഥയില്ല. അത് കേന്ദ്രത്തിന് തീരുമാനിക്കാം. കടലാസ് മാറ്റി വെക്കാം. ഞങ്ങൾ തള്ളിയിട്ടില്ല, നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ് മിനിസ്റ്റർ സീരിയലിൽ പറയുന്നുണ്ട്, ഒരു ഫയൽ മന്ത്രി ചോദിക്കുകയെ, അല്ല അപ്പോൾ ഈ ഫയലിനെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറി വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം ഫയലിൽ തീരുമാനം എടുക്കണം. തീരുമാനം എടുത്ത് എന്തെടുത്താലും അത് കോൺട്രവേഴ്ഷ്യൽ തീരുമാനമാവും. അപ്പോൾ അയാളുടെ സെക്രട്ടറിയോട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ സെക്രട്ടറി ആ ഫയലും കൊണ്ട് മേടിച്ചിട്ട് പറയും ഇത് എൻ്റെ ഇരുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് പറയും. അല്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റർ ഈസ് അണ്ടർ കൺസിഡറേഷൻ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലോ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദ മാറ്റർ ഈസ് അണ്ടർ ആക്റ്റീവ് കൺസിഡറേഷൻ. പിന്നെ ആരും ചോദിക്കില്ല എന്ന്. അതെന്താണെന്നറിയാമോ? ദ മാറ്റർ ഈസ് അണ്ടർ കൺസിഡറേഷൻ എന്ന് ബ്യൂറോക്രാറ്റിക് ഇതിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫയൽ ഈസ് മിസ്സിംഗ്, വി ആർ ട്രൈങ് ടു ലൊക്കേറ്റ് ഇറ്റ്. ദ മാറ്റർ ഈസ് അണ്ടർ ആക്റ്റീവ് കൺസിഡറേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ ഹാസ് ഗോൺ മിസ്സിംഗ്, നോ മോർ. അതാണ് അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ പോലെ ബ്യൂറോക്രസി ആണല്ലോ ഇവിടെ മൊത്തം ഭരിക്കണം മുഴുവനും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഈ ക്രെഡൻഷ്യൽസ് ഉള്ള നല്ല അഭിഭാഷകയായിരിക്കണം. സുപ്രീം കോടതി ലോയറാണ്, സീനിയർ ലോയറാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അന്തർപേർ എന്ന് പറയുമ്പോൾ കത്തോലിക്ക ആയിരിക്കും. ഇനിയിപ്പോൾ CBCI റെക്കമെൻഡ് ചെയ്യുമെന്ന് അറിയാമല്ല, അതെന്തും ആവട്ടെ. പക്ഷെ അവർ ജഡ്ജ് ചെയ്യാൻ യോഗ്യത ഉണ്ടെന്ന്
കൊളീജിയത്തിന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ പേര് വന്നത്. ഈ ബസന്ത് എന്ന് പറയുന്ന കേരള ഹൈക്കോടതി കേരള ജഡ്ജ് ജസ്റ്റിസ് അദ്ദേഹം ബസന്ത്. ഒരു വലിയ വിവാദമൊക്കെ സൃഷ്ടിച്ചല്ല സൂര്യനെല്ലി പെൺകുട്ടിയുടെ കേസിൽ. സൂര്യനെല്ലി കേസ്, പിന്നെ മറ്റേ കേസുണ്ടല്ലോ, അഭയ കേസിൻ്റെ ഏതോ ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഈസ് എ ജെന്റിൽമാൻ ജഡ്ജ് എന്ന് എനിക്ക് തോന്നുന്നു. ജെന്റിൽമാനൊക്കെയാണ്. പക്ഷേ ഈ സൂര്യനെല്ലി കേസിനെ പറ്റി അദ്ദേഹം ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരു ജെന്റിൽമാൻ ഒബ്സർവേഷൻ അല്ല. ഞാനത് മറന്നുപോയി, ഓർക്കുന്നില്ല. പിന്നെ പറയാതെ പ്ലീസ്. ഏതായാലും നമുക്കൊരു വനിതാ ജഡ്ജിയെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കേന്ദ്രം അത് തടഞ്ഞിരിക്കുന്നു. തടഞ്ഞില്ലായിരുന്നെങ്കിൽ 27-ാം തീയതി അവസാന വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഇപ്പോൾ AK പ്രീതയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. അഡീഷണൽ ജഡ്ജിയായിട്ട് കേരള ഹൈക്കോടതിയിൽ അവർ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചടങ്ങിലുമൊക്കെ പങ്കെടുത്തു. അവരുടെ വീട്ടിൽ അത്യാവശ്യം അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയി പങ്കെടുത്തിട്ട് പറഞ്ഞു, ഷീസ് എ വെരി ഗുഡ് ജഡ്ജ്, നമുക്കൊരു വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ജഡ്ജിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വ്യക്തിപരമായി അവരോട് അടുപ്പമുള്ള എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്ത് പറഞ്ഞു, നല്ല ജഡ്ജാണ് കേട്ടോ. പക്ഷേ അപ്പോഴും ഞാൻ ഈ കാര്യം ഓർത്തില്ല. അന്ന് തന്നെ എനിക്ക് വേണം ചോദിക്കാമായിരുന്നു. അതിനുശേഷമാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പതുക്കും അടക്കത്തിലും ഒതുക്കത്തിലും ആളുകൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഇവർ ലിസ് മാത്യു അന്ത്രപ്പേർ ജഡ്ജായില്ല എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. ഏതായാലും രാജ്യം ഭരിക്കുന്ന ആളുകൾ നല്ല ജാഗ്രതയുള്ള ആളുകളാണ് എന്ന് തെളിയുന്നുണ്ട്, അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒവൈസിയുടെ ഒരു പ്രസംഗമാണ്, നിങ്ങൾ എന്തിന് എഞ്ചിനീയറും ഡോക്ടറും ആകാൻ പോകുന്നു? നമ്മുടെ കുട്ടികളെ ലോ കോളേജുകളിൽ വിടൂ, ലോ കോളേജിൽ പഠിച്ചവർ ജഡ്ജിമാരായി വരട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റി എഴുതാൻ കഴിയൂ എന്ന് സമീപകാലത്താണ് ഒവൈസി പ്രസംഗിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ള ആളുകൾ പറയാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വേറിട്ട വ്യത്യസ്തമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് വരിക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവർ ഉറപ്പായും ചെയ്യണം.